ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് വളരെ രസകരവും എന്നാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന, എന്നാൽ ആരും തന്നെ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച കുറച്ച് പേര് അവരുടെ സംശയ നിവാരണത്തിനാണ് ഇന്നത്തെ ക്ലാസ്. കാരണം വളരെ രസകരമാണ് കേട്ടോ. കാരണം നമ്മൾ ആരും ഒരിക്കലും ശ്രദ്ധിക്കില്ല. നമ്മൾ വളരെയധികം തവണ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ്. ഒരു വാക്കിന് പല അർത്ഥം വരുന്നു. അതൊരു ന്യായമായ സംശയമാണ്. ഒരു വാക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലുമില്ല, സ്പെല്ലിംഗ് വ്യത്യാസം പോലുമില്ല. ഒരു വാക്ക്, ആ വാക്കിന് പല അർത്ഥം വരുന്നു. അതേത് സമയത്ത് ഈ അർത്ഥവ്യത്യാസങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ഇന്നത്തെ സംശയം. ആ സംശയ നിവാരണം നമുക്ക് നോക്കാം. മറ്റൊന്നുമല്ല, വേർഡ് നമ്മൾ പല പ്രാവശ്യം മിക്കവാറും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആരാണെങ്കിലും മിക്കവാറും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡോണ്ട്. ഡോണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നെഗറ്റീവായിട്ട് ഡു പ്ലസ് നോട്ട്. ഡു നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഡോണ്ട്. ആ ഡോണ്ട് എന്ന വാക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഇല്ല അല്ലെങ്കിൽ ഇല്ലേ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കും, ഇല്ലേ? ഇല്ലേ എന്ന് വരണമെങ്കിൽ ഡോണ്ട് തന്നെ, ഡോണ്ട് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡോണ്ട് യു നോ ഇംഗ്ലീഷ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? അപ്പോൾ ഇല്ല എന്നായി, ഇല്ലേ? ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ആയി. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇല്ല അല്ലെങ്കിൽ ഇല്ലേ എന്ന് അർത്ഥം വരുന്നുണ്ട്. പക്ഷേ ഈ ഡോണ്ടിന് അരുത് എന്നർത്ഥം വരുന്നു. അതെപ്പോഴാണ്? അതെങ്ങനെ ഉപയോഗിക്കുമ്പോൾ, ഏത് സമയത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഈ അരുത് എന്ന അർത്ഥം ഡോണ്ടിന് വരുന്നത്? അത് ന്യായമായ ഒരു സംശയമാണ്. നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കുകയില്ല. എന്നാൽ അത് ശ്രദ്ധിച്ച ആൾ വളരെയധികം കൂർമ്മ ബുദ്ധിയോടുകൂടി ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രദ്ധിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. ആ ചോദിച്ചയാൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ സേ വൺ കൺഗ്രാജുലേഷൻസ്. കാരണം ഇത് നമ്മളെല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കും എന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുവാൻ ഞാൻ രസകരമായൊരു ക്ലാസ്സാണെന്ന് പറയാൻ കാരണം അതാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഡോണ്ട് ഉപയോഗിക്കുന്നത്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് സംശയമായിട്ട് ചോദിക്കാം. കാരണം നമ്മൾ ഈ ഡോണ്ട് എന്ന വാക്കിന് മുമ്പോ പിമ്പോ ഒരു നൗണുണ്ട് എങ്കിൽ, നൗണിനോട് കൂടെയാണ് നമ്മൾ ഈ ഡോണ്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ, അതായത് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു, ഇല്ലേ? അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സെൻറ്റൻസ് ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഐ എന്ന നൗണിന് ശേഷമാണ് നമ്മൾ ഡോണ്ട് ഉപയോഗിച്ചത്, അല്ലേ? ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ് എന്ന്. അങ്ങനെയാകുമ്പോൾ ഐയുടെ കൂട്ടത്തിൽ നമ്മൾ ഡോണ്ട് ഉപയോഗിച്ചപ്പോൾ അതിന് ഇല്ല എന്ന് അർത്ഥം വന്നു, ഇല്ലേ? അതുപോലെ തന്നെ ഈ ഡോണ്ട് എടുത്ത് ആദ്യമേ ചേർത്തതിന് ശേഷം നമ്മൾ അടുത്ത നൗൺ ചേർത്തു. ആ നൗൺ തന്നെ ചേർത്തു. ഡോണ്ട് യു നോ ഇംഗ്ലീഷ് എന്ന്. അതോ യു എന്ന നൗണ്, ഡോണ്ട് യു നോ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്നായി. അപ്പോഴും ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇല്ലേ എന്നാണ് വന്നത്. ഇല്ല അല്ലെങ്കിൽ ഇല്ലേ എന്ന അർത്ഥം ഈ ഡോണ്ടിന് കിട്ടി. ഡോണ്ട് യു ലൈക്ക്, ഡോണ്ട് യു ലൈക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഡോണ്ട് യു ലൈക്ക്. അതിനുശേഷം എന്താണ് വന്നത്? ഡോണ്ടിന് ശേഷം എന്താണ് വന്നത്? യു എന്ന നൗൺ വന്നു, ഇല്ലേ? ഡോണ്ട് ദേ ഹാവ്, ഡോണ്ട് ദേ ഹാവ്, അവർക്കില്ലേ, അവർക്ക് ഇല്ലേ എന്ന് അർത്ഥം വന്നു. ഇവിടെയെല്ലാം ഇല്ല അല്ലെങ്കിൽ ഇല്ലേ എന്ന് ഉള്ള മീനിങ് വന്നില്ലേ? അവിടെ എല്ലാം നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഡോണ്ടിന് ശേഷമോ അല്ലെ ഡോണ്ടിന് മുമ്പോ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? നൗൺ ഉപയോഗിച്ചു, അല്ലേ? നൗൺ ഉപയോഗിച്ചത് കൊണ്ടാണ് അതങ്ങനെ വന്നത്. എന്നാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയോ, ഈ നൗൺ ഓർ പ്രൊനൗൺ അതല്ലേ നമ്മൾ ഉപയോഗിച്ചത്. എന്നാൽ ഈ അരുത് എന്നർത്ഥം വരണം എങ്കിൽ, ഈ അരുത് എന്ന അർത്ഥം വരണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നറിയാമോ? ഒന്ന് ശ്രമിച്ചു നോക്കി. നമ്മൾ പറഞ്ഞത് അരുതെന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നതെന്ന്? ഡോണ്ട് ടേക്ക് ഇറ്റ്, ഡോണ്ട് ടേക്ക് ഇറ്റ്. ഡോണ്ടിന് ശേഷം എന്താണ് വന്നത്? ഡോണ്ട് ടേക്ക് ഇറ്റ്.
എന്ന് പറഞ്ഞാൽ വെർബ് വന്നു, വെർബാണ് വന്നത്. ഈ നൗണോ പ്രോനൗണോ ഒന്നുമല്ല വന്നത്. എന്താണ് വന്നത്? വെർബ് വന്നു. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്ന വാക്കാണ്. അതുപോലെ തന്നെ ഡോണ്ട് ഗോ ദേർ, ഡോണ്ട് ഗോ ദേർ, ഗോ എന്ന വെർബ് വന്നു അല്ലേ? ഡോണ്ട് ഗോ ദേർ. അതുപോലെ നമ്മൾ പറയണ ഡോണ്ട് ടോക്ക്, ഡോണ്ട് ടോക്ക് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ടോക്ക്, മിണ്ടരുത്, സംസാരിക്കരുത്. ഡോണ്ട് സ്ലീപ്പ്, ഉറങ്ങരുത്. അങ്ങനെയുള്ള ഓരോ വാക്കുകളും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എന്താണ് വന്നത്? ഈ ഡോണ്ടിന് ശേഷം വെർബ് വന്നു. വെർബ് വരികയാണെങ്കിൽ അതിന് അരുത് എന്ന് അർത്ഥം വരും. ഡോണ്ട് ടേക്ക് ഇറ്റ്, ഇറ്റ് ഈസ് മൈൻ നമ്മൾ പറയും ഇല്ലേ? ഡോണ്ട് ടേക്ക് ഇറ്റ്, ഇറ്റ് ഈസ് മൈൻ. അതെടുക്കരുത്, അതെൻ്റേതാണ് എന്ന് പറയുമ്പോൾ അത് എടുക്കരുത്, അരുത് എന്ന അർത്ഥം വന്നു. ഡോണ്ട് സ്ലീപ്പ് നൗ, ഇപ്പോഴുറങ്ങരുത്. ഇപ്പോഴല്ല ഉറങ്ങേണ്ടത്, ഇച്ചിരൂടെ കഴിഞ്ഞാണ്. ഡോണ്ട് സ്ലീപ്പ്, ഡോണ്ട് സ്ലീപ്പ് നൗ, ഇപ്പോൾ ഉറങ്ങരുത്, അരുത് എന്ന മീനിങ് ആണ് അവിടെ വന്നത്. അരുത് എന്ന അർത്ഥം വരുന്നത് എപ്പോഴാണ്? വെർബ് നമ്മൾ ഡോണ്ടിന് ശേഷം വെർബ് ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിന് അർത്ഥം വരുന്നത് അരുത് എന്ന് അർത്ഥം വരുന്നത് അപ്പോഴാണ്. മനസ്സിലായല്ലോ? നൗൺ ഓർ പ്രോനൗണിന് ശേഷം അല്ലെങ്കിൽ മുമ്പ് നമ്മൾ ഡോണ്ട്, അതിനോട് കൂടി നമ്മൾ നോണ്. രാം ഡോണ്ട് ഹാവ് എ ടെക്സ്റ്റ് ടു റീഡ് അല്ലേ? രാം ഡോണ്ട് ഹാവ് എ ടെസ്റ്റ്, രാമിന് ഒരു ടെസ്റ്റ് ഇല്ല. രാമെന്ന നൗണിൻ്റെ കൂടെ നമ്മൾ എന്താണ് ചേർത്തത്? നൗണിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡോണ്ട് ചേർത്തു, അന്നേരം ഇല്ല എന്ന് വന്നില്ലേ? ആ രാമിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ വെർബ്, രാം ചെയ്ത ഒരു വെർബിൻ്റെ കൂട്ടത്തിൽ ഈ ഡോണ്ട് ചേർത്ത് നോക്കിയേ. അത് വരുമ്പോൾ ആണ് നമ്മൾ ഇതിനോട് കൂടി അത് പഠിച്ചാൽ കൺഫ്യൂഷൻ വരും നമുക്ക്. ഇത് ഹാവും ഹാസും പോലെ ഈ ഡൂവിന് ഉള്ള ഒരു ഡൂ ഇതിൻ്റെ തേർഡ് പേഴ്സൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇത് ഫസ്റ്റ് പേഴ്സൻ്റെ കൂട്ടത്തിൽ, ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൻ്റെ കൂട്ടത്തിൽ മാത്രം ചേർക്കുന്നതാണ് ഡൂ. എന്നാൽ അതേ സ്ഥാനത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഡൂവിന് പകരം നമ്മൾ അതേ സ്ഥാനത്ത് അതേ അർത്ഥത്തിൽ ചേർക്കുന്ന ഡെസ്സാണ്. ഡെസിൻ. രാം ഡെസിൻറ്റ് ഹാവ്, രാം ഡെസിൻറ്റ് ഹാവ് എ ടെക്സ്റ്റ്, രാമിനൊരു ടെക്സ്റ്റ് ഇല്ല. ഡെസിൻ ഹി ഹാവ്, അവനില്ലേ. ഡെസിൻറ്റ്. ഈ ഡൂവും ഡെസ്സും ഹാവും ഹാസും പോലെയാണ്. അതായത് ഇതിൻ്റെ സെയിം മീനിങ്, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ ഡെസ്സും, ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ പ്ലൂറൽ നൗൺസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഡൂവും ചേർക്കാം. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു മീനിങ് വ്യത്യാസം മാത്രമേ വരൂ. അതിൻ്റെ ഉപയോഗിക്കുന്നത് ആ രീതിയിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഈ ഉപയോഗിക്കുന്നത് ഡൂവോ ഡെസ്സോ ആണെങ്കിൽ നമ്മൾ അരുത് എന്ന അർത്ഥം കിട്ടും. നൗണിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ അല്ല, വെർബിൻ്റെ ശേഷമാണ്, വെർബിൻ്റെ കൂടെയാണ് നമ്മൾ ഡൂവോ ഡെസ്സോ ഉപയോഗിക്കുന്നത് എങ്കിൽ എന്താണ് വരുന്നത്? അതിന് അരുത് എന്നും അർത്ഥം കിട്ടും. ഈ ഡൂവും ഡെസ്സും ഉപയോഗിക്കുന്നതിൻ്റെ സെയിം മീനിങ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന അർത്ഥവ്യത്യാസം എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ ഇതേ രീതിയിൽ അർത്ഥവ്യത്യാസമുള്ള വേറെ ചില വാക്കുകളുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇത് ചോദിച്ചത് കൊണ്ട് തന്നെ അത് പറയുവാനും നമുക്ക് പറഞ്ഞു തരുവാനും ഇതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഇത് കണ്ടുപിടിച്ചല്ലോ. ഡൂവും അല്ലെങ്കിൽ ഡെസ്സും നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന വാക്കുകൾക്ക് സെയിം അർത്ഥം, സെയിം മീനിങ് ആവുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പലയിടത്തും ഉപയോഗിക്കുമ്പോൾ മീനിങ് വ്യത്യാസം വരുന്നു എന്ന് കണ്ടുപിടിച്ച അതേ കൂട്ടുകാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇതുപോലെ അർത്ഥവ്യത്യാസമുള്ള വേറെ ചില വാക്കുകൾ കൂടിയുണ്ട്, അതൊന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നൊന്ന് നോക്കിയേ. ഇത് നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഒരർത്ഥമല്ല, പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഒരു വാക്ക്
പല മീനിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. 2-3 സ്ഥലത്ത് ഈ ഒരു വാക്ക് തന്നെ പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അതേതാണെന്ന് കണ്ടുപിടിക്കുവാൻ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാനിതൊരു ചെറിയൊരു ക്വിസായിട്ട്, ചെറിയൊരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നവർ ഒന്ന് കമൻറ്റ് ഇടുക. അതല്ല എങ്കിൽ നിങ്ങൾ ആരും ഇതിനോട് പ്രതികരിച്ചില്ല എങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് ഏതാണ് ആ വാക്ക് എന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ ഒരു വാക്കല്ല, ഇതുപോലെയുള്ള മറ്റു വാക്കുകളുമുണ്ട്. അത് നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം അത് ചോദിക്കാം എന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ 3 അർത്ഥം വരുന്ന 3 അർത്ഥത്തിൽ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡിഡ് വി സേ സ്റ്റഡി ടുഡേ? If it is so, okay, if you like this class, you do one thing, you just like it or and share it to others. In the same way, those who ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുകയില്ല എന്നെനിക്കറിയാം, എങ്കിലും ഞാൻ മലയാളത്തിൽ തന്നെ പറയാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുവാനും, ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇത് ഇഷ്ടമായി എങ്കിൽ, അതായത് ഈ പറഞ്ഞത് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞത്, മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല, സംശയ നിവാരണം ശരിയായി എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഇത് അറിയുവാൻ ആഗ്രഹമുള്ള മറ്റുള്ള കൂട്ടുകാർ ഉണ്ടെങ്കിൽ അവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുവാൻ മറക്കരുതേ. ഓക്കെ, ഗുഡ് ബൈ, ടിൽ വി മീറ്റ് അഗെയിൻ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ.